ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളൊരു നോലൈസസ് വണ്ടി ഇലക്ട്രിക്കൽ വണ്ടികളുടെ ബാറ്ററി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി, അതുകൊണ്ടാണ് വീഡിയോയിൽ വന്നത്. ഈ വണ്ടി ഈ കസ്റ്റമർക്ക് ബാറ്ററി കംപ്ലൈന്റ് ആവാനുള്ള പ്രധാന കാരണം കസ്റ്റമർ എന്താണ് കംപ്ലൈന്റ് എന്ന് മനസ്സിലാവാണ്ട് വണ്ടി അങ്ങനെ കുറെ നാൾ അങ്ങനെ വെച്ചു എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ചാർജർ ആയിരുന്നു പോയിരുന്നത്. ചാർജർ കംപ്ലൈന്റ് ആയി ബാറ്ററി ചാർജ് കയറുന്നില്ല എന്ന് പറഞ്ഞ് കസ്റ്റമർ വാഹനം അവിടെ വെക്കുകയാണ് ചെയ്തത്. ഒരു 3-4-5 മാസം അങ്ങനെ റൺ ചെയ്യാണ്ട് വെച്ച കാരണം കൊണ്ട്, ചാർജ് കയറാണ്ട് വെച്ച കാരണം കൊണ്ട് ബാറ്ററി മൊത്തമായിട്ട് ഇറങ്ങിപ്പോയും വണ്ടി പിന്നീട് റീചാർജ് ആവാൻ പറ്റാത്തൊരു, നമ്മൾ പുതിയ ചാർജറൊക്കെ മാറ്റി നോക്കി, പക്ഷെ അത് കയറാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ ഫുൾ സെറ്റ് ഇപ്പൊ 4 ബാറ്ററിയാണ് വരുന്നതാണ്, 48 വോൾട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. 4 സെറ്റ് നമ്മളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിൽവേന്റെ പുതിയ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കയറ്റാൻ പോകണം. അപ്പോൾ ചാർജർ ഇഷ്യൂസ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് വണ്ടിയിലെ ബാറ്ററി ചാർജ് കയറാത്തൊരവസ്ഥ വരും. അത് നമ്മൾ തിരിച്ചറിയുകയും ചാർജ് എത്രയും പെട്ടെന്ന് തന്നെ ടെക്നീഷ്യനെ കാണിച്ച് ചാർജറിനാണ് കംപ്ലൈന്റ് ആയിരുന്നെങ്കിൽ ആ ചാർജർ മാറ്റുകയും വേണം. അപ്പൊ നമ്മൾ ഇതിന്റെ ഒപ്പം തന്നെ ചാർജർ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ എല്ലാ ബാറ്ററി കിറ്റുകളുടെ ഒപ്പം തന്നെ നമ്മൾ ബാറ്ററിയുടെ ഒപ്പം തന്നെ ചാർജറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കല് സാധാരണ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിക്കുന്ന ആളുകൾ ചാർജർ ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾക്ക് ബാറ്ററി പിന്നീട് വലിയൊരു ചെലവിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത ടെക്നീഷ്യനെ കാണുകയും ചാർജറാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു എക്സ്പെൻസ് ഒഴിവാവും. അപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വെസ്പ അപ്രിലുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാറ്ററി ഇഷ്യൂമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ സമീപിക്കുക. നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.